ശബരിമലയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഇന്നലെ 1,00,000-ലേറെ പേരാണ് ശബരിമല ദർശനം നടത്തിയത്. ഇന്നും ശബരിപീഠം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. കനത്ത തിരക്ക് കണക്കിലെടുത്ത് പമ്പയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ശബരിമല മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ടോടെ സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകും. 6:15 സന്നിധാനത്തെത്തിയ ശേഷം 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടെയാണ് മണ്ഡലപൂജ. 27-ന് അടയ്ക്കുന്ന നട മകരവിളക്ക് ഉത്സവത്തിനായി 30-ന് 5 മണിക്ക് തുറക്കും. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ മല ചവിട്ടുന്നതിന് നിയന്ത്രണവുമുണ്ടാവും. ഇന്ന് രാവിലെ 6 മണി വരെ 20,000-ത്തിലധികം പേരാണ് 18-ാം പടി ചവിട്ടിയത്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ഇവിടേക്കുള്ള വഴികളിൽ തീർത്ഥാടകരുടെ നീണ്ട നിര തന്നെ തുടരുകയാണ്. പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തരെ ഘട്ടം ഘട്ടമായാണ് കടത്തിവിടുന്നത്. ദർശനം നടത്തിയ തീർത്ഥാടകർ മലയിറങ്ങാൻ വൈകുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമെങ്കിൽ DGP നേരിട്ട് ഇടപെടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.